ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞാൻ പിറന്നിട്ട് കുറച്ച് വർഷങ്ങളായി മക്കളെ. ഇന്നലെ വരെ എനിക്ക് 35 ഇന്നത്തെ വയസ്സ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അങ്ങനെ ഇത്രയും വർഷം പോയതൊന്നും അറിഞ്ഞില്ല. ഇതുവഴിയൊക്കെ എങ്ങനെയൊക്കെയോ അങ്ങ് പോയി. ഇനി അങ്ങോട്ട് പ്രായമാവുകയാണല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ അതും നമുക്ക് സന്തോഷിക്കണമല്ലോ. ഇത്രയും നല്ലൊരു ജന്മത്തെ തന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതിൻ്റെ നന്ദി ഞാൻ അങ്ങ് സ്വർഗലോകത്തേക്ക് തരികയാണ് ഞാൻ. ഇന്ന് ചെറിയ രാവിലെ അമ്പലത്തിൽ പോയി നിങ്ങൾ കണ്ടായിരുന്നല്ലോ. പിന്നെന്താ, അമ്പലത്തിൽ പോയി ഇനിയിപ്പോൾ ഓഫീസിൽ പോകണം, കുഞ്ഞിന് പരീക്ഷയുണ്ട്, സ്കൂളിൽ വരണം, ശിവനെ അംഗനവാടി വിടണം. ഡെയിലി ലൈഫ് അതുപോലൊക്കെ തന്നെ. ഞാൻ മറന്നു. ഓഫീസിൽ പോയി ഒന്നും എഴുതില്ല. ഞാൻ സത്യം പറഞ്ഞ ഇതിന്റെ കാര്യം മറന്നുപോയി. തിരക്കായിപ്പോയി. എന്താണ് ഇങ്ങനെ ബോറടിപ്പിക്കുന്നത്? ഞാനാണെങ്കിലേ നമ്മള് രാവിലെ തൊട്ടുള്ള വീഡിയോസ് എല്ലാം എടുത്ത്, പക്ഷേ അല്ല ഓഫീസിൽ വന്നു കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ മറന്നു. ഞാൻ അവിടെ അത്രയും നേരം ഇരുന്ന് കത്തി നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ അത് മേടിക്കുന്നുണ്ട് റിച്ച് ഫുഡ്. ഞാനിത് നാച്ചുറൽ ഫുഡ്. നാച്ചുറൽ ഫുഡ് ഞാൻ നാച്ചുറൽ ഫുഡ്. ഇത് കഴിഞ്ഞിട്ട് സദ്യ കുത്തിക്കറ്റുള്ളതാ. ഒരു നാരങ്ങ പിഴിയാൻ പോലുള്ള ആരോഗ്യം എന്റെ കുട്ടിക്ക് ഇല്ലല്ലോ. ഇത് എങ്ങനെ പോണ്ട. ഇതാണ് അതിന്റെ അവസ്ഥ, നാരങ്ങയുടെ അവസ്ഥ. ഹാപ്പി ബർത്ത്ഡേ ടു യു അമ്മച്ചി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇങ്ങനെയുണ്ടവനെ ഉച്ചയ്ക്ക് നല്ല ഒന്നാന്തര സദ്യ. സാമ്പാറും മോരും തോരനും അവിയലും പപ്പടവും അച്ചാറുകളും പച്ചടിയും പഴവും പൈസവും രസവും എല്ലാം ഉണ്ടായിരുന്നു. കഴിച്ചു. ഇവിടെ വന്നതേ കിടക്കുന്നു. ഇപ്പം ഞാൻ പോകും. എന്തായാലും എൻ്റെ പിറന്നാളിന് ഈ കുഞ്ഞ് എന്താ പറയാ, ഭഗവാന്റെ ദാസിയായ ഈ കുഞ്ഞ് എന്താ പറയുന്നത്, ഈ ദൈവത്തെ ആരാധിക്കുന്നതിന് ഒരു പേര് പറയുമല്ലോ, ഒരു ഭക്ത, കുഞ്ഞു ഭക്തയുടെ പിറന്നാളിന് ഈ ഒരു നാട് മുഴുവൻ സദ്യ കൊടുത്ത എൻ്റെ വിഷ്ണു ഭഗവാനെ ഞാൻ ഈ വേളയിൽ നന്ദിയോടുകൂടി സ്മരിച്ചു കൊള്ളുന്നു. ഈശ്വര കൃഷ്ണ, നിനക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നോ? എൻ്റെ പിറന്നാളായപ്പം ഈ ഒരു നാട് മുഴുവൻ ആൾക്കാരും വന്ന് സദ്യ കഴിച്ചു. കൂട്ടത്തിൽ ഞാനും. അവരാരും അറിഞ്ഞില്ല കേട്ടോ, ഞാനും കൃഷ്ണൻ തമ്മിലുള്ള ഡീലിങ്സ് ആയിരുന്നു. അങ്ങനെ എന്തായാലും ഉച്ചക്കത്തെ സദ്യ അങ്ങനെയൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, സ്കൂട്ടറിലാണ് പോകുന്നത്. വീഡിയോ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും വണ്ടിക്കകത്ത് കയറിയിരുന്ന് വീണ്ടും പിടിച്ചോണ്ട് പോകും. സലീംകുമാറൊക്കെ പോകുന്ന പോലെ ഒരു വണ്ടിയിൽ നിന്ന് മറ്റേ വണ്ടിയിലോട്ടൊക്കെ പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും. അപ്പം നമുക്ക് ഇതുപോലൊക്കെ പറഞ്ഞും ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾ കേൾക്കണം കേട്ടോ. ഇനിയും വരുന്നുണ്ട് ബാക്കി. അതെന്തുവാ? എന്തോ ഇത്? ഹാപ്പി ബർത്ത്ഡേ ആണോ എനിക്ക്? എന്താ എനിക്ക് വിഷ് ചെയ്യ്. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു പറയടി. ആണോ? ഇതൊക്കെ മേടിച്ചോ? Thank you. I love you, Shiva. ഇത് ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഇതെന്താ അവിടെ പുറത്ത് കാണാത്ത ബോക്സ്. എന്തൊക്കെയാ? ശിവ അമ്മ എടുക്കട്ടെ. ഓ, അമ്മക്ക് ഇഷ്ടമുള്ള കമ്മൽ.
റിങ് തപ്പി നടക്കുവായിരുന്നു. എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. കേറത്തില്ല. അടിച്ചു പറിക്കുന്നു. അമ്മയുടെയാ. ആനത്തോടോ ഒന്നുമില്ല. അപ്പൊ തുറന്നങ്ങ് നോക്കിയാൽ ആൻഡ്രോയിഡ് ബൈ Mom, you are the best. Love you so much. And Dad also. We are so grateful to have these parents. Did you find it out? എനിക്ക് തോന്നിയ നമ്മടെ കണ്ണിൽ നിന്ന് പുഴ ചാടുമായിരിക്കും. എത്രമേ ഉള്ള ഇതത്ത് ഞങ്ങള് രണ്ടുപേരും ഉണ്ട്. കളേർഡ് ശിവയാ. അല്ല, ഐ മീൻസ് കളർ പറഞ്ഞാണ്. അടുത്ത് വേറൊന്നുമില്ല. മോതിരം കാണിച്ചേ. അമ്മ ഭ്രാന്തിയായി. കണ്ണുനീര് വന്ന ഞാൻ യക്ഷിയാണ്. പാടാ യക്ഷി. ഇഷ്ടപ്പെട്ട കമ്മല്? ഞാൻ കൊറേ തപ്പി തപ്പി കുഴഞ്ഞിട്ട് അവസാനം എടുത്തോണ്ട് വന്നതാ. അമ്മയ്ക്ക് ഉണ്ടാവുന്നു. ഇൻഡക്ഷനെ പരീക്ഷയ്ക്ക് കമ്പനി കേറിയോ? പോയി നോക്ക്. അതിനകത്ത് കാണത്തില്ല. നമ്മുടെ മുടിയല്ല അങ്ങോട്ടിട്ട് പോണിറ്റേല് പോലെ ഒന്ന് വെച്ചേമേ. അല്ല, ഇവിടെ മുടി ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ട്. അത് കൊള്ളത്തില്ല. പോയി കണ്ണാടി പോയി നോക്ക്. ഇത് ശിവനെടുത്തോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റിങ്.
വീണ്ടും വീണ്ടും ഒത്തുകൂടിയിരിക്കും. അതുവരേക്കും ടാറ്റാ. Good night. Good night.